നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഫലത്തിൽ ഇന്ത്യക്കാർക്ക് ഗുണകരമാകുന്നു. ഹമാസിന്റെ ഭീകരാക്രമണത്തിനു തൊട്ടുപിന്നാലെ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന 1 ലക്ഷത്തോളം പലസ്തീനികളെ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. അവിടെ നിന്ന് പുറത്താക്കുന്ന പലസ്തീനികൾക്ക് പകരം 1 ലക്ഷം ഇന്ത്യക്കാർക്ക് ജോലി നൽകാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനമെടുത്തു. ആദ്യഘട്ടത്തിൽ ഒഴിവ് വന്ന തൊഴിലുകളിലേക്ക് 16,000 ഇന്ത്യൻ തൊഴിലാളികളെയാണ് അവർ എത്തിച്ചത്. യുദ്ധത്തിന് മുൻപ് ഏകദേശം 80,000-ഓളം പലസ്തീനികൾ ഇസ്രായേലിന്റെ നിർമ്മാണ മേഖലയിൽ 26,000 വിദേശ തൊഴിലാളികൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്നു. ഈ തൊഴിലാളി വിഭാഗമായിരുന്നു നേരത്തെ ഇസ്രായേലിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഭവന നിർമ്മാണങ്ങൾക്കുമൊക്കെ മുൻപിൽ നിന്നത്. എന്നാൽ ഇത് യുദ്ധത്തിൽ ഉലഞ്ഞ ഇസ്രായേലിനെ പുനഃസൃഷ്ടിക്കുകയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ചരിത്രപരമായി ഈ ദൗത്യം ഇന്ത്യൻ തൊഴിലാളികൾ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ 16,000 ഇന്ത്യൻ തൊഴിലാളികൾ ഇസ്രായേലിലുണ്ട്. വരും മാസങ്ങളിൽ ആയിരക്കണക്കിന് പേരെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിൽ എത്തിക്കാനാണ് ഇപ്പോൾ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഉത്തർപ്രദേശിൽ നിന്നാകും ഏറ്റവും അധികം റിക്രൂട്ട്മെന്റുകൾ എന്ന വാർത്തയും പുറത്തുവന്നു. 42,000 ഇന്ത്യക്കാരെ ഇസ്രായേലിൽ ജോലിക്കയക്കാൻ ഇന്ത്യ ഇതിനകം സമ്മതിച്ചിട്ടുണ്ട്. 2023 മെയ്യിൽ ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പലസ്തീനിലെയോ ഗാസയിലെയോ തൊഴിലാളികളെ അപേക്ഷിച്ച് ഇസ്രായേലിലെ പലസ്തീൻ തൊഴിലാളികൾ കൂടുതൽ വരുമാനം ലഭിക്കുന്നവരായിരുന്നു. എന്നാൽ ആക്രമണത്തിന് ശേഷം ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തീരുമാനത്തിലെത്തി ഇസ്രായേൽ ഭരണകൂടം. ഇന്ത്യൻ തൊഴിലാളികളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെന്ന് അവർ വിലയിരുത്തുന്നു. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഇപ്പോൾ ഒരു സമഗ്ര സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ സഖ്യമായി വളർന്നിരിക്കുന്നു. 2017 നരേന്ദ്രമോദി നടത്തിയ ആ സന്ദർശനം, അന്നു മുതലാണ് ചരിത്രപരമായ ബന്ധത്തിലേക്ക് ഇസ്രായേലും ഇന്ത്യയും കടന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപവൽക്കരണത്തിന് മുൻപ് പാശ്ചാത്യ ലോകത്തോടുള്ള ജൂതവിരുദ്ധതയ്ക്കെതിരെ ഗാന്ധിജിയും നെഹ്റുവും അടക്കമുള്ള ദേശീയ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ക്രൈസ്തവ ലോകത്തെ അസ്പർശ്യർ എന്നാണ് ഗാന്ധിജി ജൂതന്മാരെ വിശേഷിപ്പിച്ചത്. ഹിറ്റ്ലറുടെ ജൂതവംശഹത്യയുടെ പശ്ചാത്തലത്തിൽ അഹിംസയുടെ വക്താവായ ഗാന്ധിജി ഈ കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ യുദ്ധം അനിവാര്യമെങ്കിൽ ഞാനതിനെ പിന്തുണയ്ക്കുന്നു എന്നുവരെ പറഞ്ഞു വെച്ചു. ചിതറപ്പെട്ട് കുടിയേറിപ്പാർത്ത ഇടങ്ങളിൽ ജൂതർ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത് ഇന്ത്യയിലാണ് എന്നും ഗാന്ധിജി അതും പറഞ്ഞിരുന്നു. ഇന്ത്യയോടും ഇന്ത്യക്കാരോടും സവിശേഷമായ മമത ജൂതർ അന്നു മുതൽ പുലർത്തുന്നുണ്ട്. പിന്നീട് പലസ്തീനിലേക്ക് സംഘടിത കുടിയേറ്റം ആരംഭിച്ച അന്നു മുതൽ അറബ് ജൂത സംഘർഷം ശക്തിപ്പെട്ടിരുന്നു. ഇവിടെ ഇന്ത്യ, പ്രത്യേകിച്ച് ഗാന്ധിജിയും നെഹ്റുവുമൊക്കെ അന്ന് നടത്തിയത് ഇരട്ടത്താപ്പ്. ജൂതന്മാരുടെ ഈ കുടിയേറ്റത്തിനെതിരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അറബികൾക്കൊപ്പം നിലയുറപ്പിച്ചു. അറബികളുടെ ഭൂമിയിൽ ബ്രിട്ടീഷ് തോക്കിന്റെ നിഴലിൽ പ്രവേശിച്ച് രാജ്യം സ്ഥാപിക്കുന്നത് കുറ്റകരമെന്നാണ് അന്ന് ഗാന്ധിജി ഇതിനെക്കുറിച്ച് പരാമർശം നടത്തിയത്. പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ പിന്തുണ തേടിയ ചിരകാല സുഹൃത്തും ജൂതചിന്തകനുമായ മാർട്ടിൻ ബൂബറോട് ഗാന്ധിജി പറഞ്ഞു, മതഗ്രന്ഥത്തിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആധുനിക രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയില്ല. അറബികളുടെ സമ്മതമില്ലാതെ അവരുടെ ഭൂമിയിൽ പ്രവേശിക്കുന്നത് നൈതികമായി ശരിയല്ല. പാലസ്തീൻ ജൂതരുടെ വാഗ്ദത്ത ഭൂമിയാണ് എന്ന ബൈബിൾ ആശയത്തെ ഗാന്ധിജി എന്ന് ഖണ്ഡിച്ചിരുന്നു. പിന്നീട് ജൂത അറബ് രാഷ്ട്രങ്ങളായി. പലസ്തീൻ വിഭജിക്കാനുള്ള പദ്ധതിയെ ഇന്ത്യ എതിർത്തു. ജൂത അറബ് സ്വയംഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കാനുള്ള ഫെഡറൽ പ്ലാൻ ഇന്ത്യ മുന്നോട്ട് വെച്ചു. എന്നാൽ 1948 മെയ് 14 ടെല്ലവീവിൽ ചേർന്ന ജൂത ജനകീയ കൗൺസിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ അംഗീകരിക്കാൻ അന്ന് ഇന്ത്യ തയ്യാറായില്ല. മാത്രമല്ല, UN അംഗത്വത്തിനുള്ള ഇസ്രായേലിന്റെ അപേക്ഷ വോട്ടിനിട്ടപ്പോൾ അതിനെ എതിർത്ത് ഇന്ത്യ വോട്ട് ചെയ്തു. 1949 മെയ് 4 അമേരിക്കയും സോവിയറ്റ് യൂണിയനും എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഇസ്രായേലിന് അംഗീകാരം നൽകിയിട്ടും 1950 സെപ്റ്റംബർ 17 ഇന്ത്യ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഒരു കോളനി രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന പിടിവാശിയായിരുന്നു അന്നൊക്കെ ഇന്ത്യക്ക്. ഒടുവിൽ 1953 ബോംബെയിൽ ഒരു കോൺസുലേറ്റ് തുറക്കാൻ ഇസ്രായേലിന് ഇന്ത്യ അനുമതി നൽകി. ഇസ്രയേലിൽ ഒരു നയതന്ത്ര ഓഫീസ് തുറക്കാൻ ഇന്ത്യ എന്നിട്ടും തയ്യാറായില്ല. 56 സൂയസ് യുദ്ധം, 67 6 ദിന യുദ്ധം, 73 യുദ്ധം എന്നീ സന്ദർഭങ്ങളിലൊക്കെ ഇസ്രയേലിനെതിരെ ഇന്ത്യ നിലപാട് സ്വീകരിച്ചു. എന്നിട്ടും 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയെ സഹായിക്കുന്ന നിലപാടാണ് ഇസ്രയേൽ കൈക്കൊണ്ടത്. അമേരിക്കയെ പോലും രഹസ്യമാക്കി വെച്ച് നിരവധി ആയുധങ്ങൾ ഇസ്രയേൽ അക്കാലഘട്ടത്തിൽ ഇന്ത്യക്ക് കൈമാറി. എന്നാൽ 1982 ലെബനൻ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ ഇന്ത്യ നിലയുറപ്പിച്ചു.
ശക്തമായ വിമർശനങ്ങളാണ് അന്ന് ഇസ്രയേലിനെതിരെ ഇന്ത്യ നടത്തിയത്. പലസ്തീൻ അഭയാർത്ഥി പ്രശ്നം, ഇസ്രയേലിന്റെ അധിനിവേശം, അറബ് മുസ്ലിം ലോകങ്ങളുമായുള്ള നിരന്തര സംഘർഷം എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ വിരുദ്ധ സമീപനമാണ് അന്ന് ഇന്ത്യ തുടർന്നത്. യാസർ അറാഫത്ത് നേതൃത്വം നൽകുന്ന PLOയ്ക്ക് UN അസംബ്ലിയിൽ പങ്കെടുക്കാൻ അനുമതി നൽകാനുള്ള പ്രമേയം ഇന്ത്യ കോ-സ്പോൺസർ ചെയ്യുക പോലും ചെയ്തു. ഈ പ്രമേയം പാസ്സായ പശ്ചാത്തലത്തിലാണ് 74 നവംബർ 13 യാസർ അറാഫത്തിന്റെ പ്രസിദ്ധമായ ഒലീവ് ബ്രാഞ്ച് പ്രസംഗം. എന്നാൽ ഇന്ത്യ ബോധപൂർവം മറന്നുപോയ അനേക നിമിഷങ്ങളുണ്ട്. 1962 ചൈനയുടെ ഇന്ത്യ ആക്രമണം ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളെ അന്ന് ശക്തമാക്കിയിരുന്നു. പൊതുവിൽ ചേരിചേര രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളും സോവിയറ്റ് യൂണിയനും നിഷ്പക്ഷ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. അറബ് രാജ്യങ്ങൾ രഹസ്യമായി ചൈനയ്ക്കൊപ്പം നിന്നു. എന്നാൽ ഇസ്രായേൽ ഇന്ത്യയെ സഹായിക്കുന്ന തലത്തിലാണ് നിലപാടുകൾ എടുത്തത്. 71 ഇന്ത്യ പാക് യുദ്ധത്തിൽ പരസ്യമായി ഇസ്രായേലിന്റെ പിന്തുണ. 53 മുതൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നു എന്ന് അമേരിക്ക പോലും കുറ്റപ്പെടുത്തി. 1970കളിൽ ശക്തിപ്പെട്ട തന്ത്രപ്രധാനമായ സൈനിക സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനതാ സർക്കാരിന്റെ കാലത്ത് 77 ഇസ്രായേൽ വിദേശകാര്യമന്ത്രി മോശെ ദയാൻ ഇന്ത്യ സന്ദർശിച്ചു. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ പതനവും ശീതയുദ്ധത്തിന്റെ അവസാനവും ഇന്ത്യയുടെ വിദേശ നയത്തിൽ കാതലായ മാറ്റം വരുത്തി. സോവിയറ്റ് യൂണിയനെ ഏറെക്കുറെ പൂർണ്ണമായി ആശ്രയിച്ചിരുന്ന ഇന്ത്യൻ പ്രതിരോധ സംവിധാനം പാശ്ചാത്യ ലോകത്തേക്ക് കണ്ണുനട്ടു. അങ്ങനെ ഇസ്രയേലുമായി കൂടുതൽ അടുത്തു. ഇന്ത്യക്ക് എക്കാലത്തും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന രാജ്യം ഇസ്രയേലായി മാറി. അമേരിക്കയിലേക്ക് ഒരു പാലമിടാനും US ജൂതലോബിയുടെ പിന്തുണ നേടാനും ഇസ്രയേൽ ബന്ധം ഇന്ത്യക്ക് അനിവാര്യമായി. ഈ സാഹചര്യത്തിൽ 92 ഇന്ത്യ സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു. 98 കാർഗിൽ യുദ്ധകാലത്ത് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, ഇൻഡ്രിയൻസ് എന്നിവ ഇസ്രയേൽ ഇന്ത്യക്ക് നൽകി. മലമടക്കുകളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരുടെ സ്ഥാനം നിർണ്ണയിക്കാൻ GPS സംവിധാനം ഒരുക്കാനായത് ഇസ്രയേലിന്റെ ഈ സഹകരണം കൊണ്ട്. പിന്നീട് 2017 മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇന്ത്യയും ഇസ്രയേലും സഹോദര ബന്ധങ്ങളിലേക്ക് മാറിയ നല്ല നാളുകൾ. ഇപ്പോൾ ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പറയുന്നു ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളാം. ആ രാജ്യത്തെ കൂടുതൽ തൊഴിലാളികൾ നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കട്ടെ എന്ന് ഇസ്രയേൽ പറയുമ്പോൾ അത് ഇന്ത്യയിലുള്ള വിശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.